തിരൂരിൽ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് അർജുനായിട്ടുള്ള. അതിലേക്ക് തന്നെ പോകാം. ആനന്ദ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. ആനന്ദ്, തിരച്ചിൽ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രതികൂല കാലാവസ്ഥയാണോ? മറ്റു വിശദാംശങ്ങൾ കൂടി. വീണ, എന്തായാലും ഈ തെരച്ചിലിന്റെ ആദ്യഘട്ടം ഇപ്പോൾ പുഴക്കരയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ ബൂം അടക്കമുള്ള യന്ത്ര സംവിധാനങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ JCB അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കരയിൽ നിന്ന് മണ്ണ് മാറ്റുന്നത് തന്നെയാണ്. അതായത് ഈ ഡൈവിംഗ് സംഘത്തിന് ഈ ലൊക്കേഷനിലേക്ക് എത്താനുള്ള ഒരു നിലമൊരുക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 11 കൂടി മാത്രമായിരിക്കും ഡ്രോൺ സംവിധാനം അവിടെ എത്തുക. കാരണം ആ ഡ്രോണിന്റെ ബാറ്ററി കഴിഞ്ഞ ദിവസം എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. അതായത് വിമാനം വഴി, എയർ വഴി എത്തിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ട്രെയിൻ വഴിയാണ്, രാജ്യാന്തര എക്സ്പ്രസ് വഴിയാണ് എത്തുന്നത്. അത് ഏകദേശം ഒരു 11 കൂടി തന്നെ ആ പ്രദേശത്തേക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്നായിരിക്കും ഈ ലൊക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുക. പക്ഷേ അത്ര സമയം കാത്തു നിൽക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ എന്തായാലും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ സൈന്യവും മുങ്ങലുദ്യോഗരും സർവ്വസജ്ജമായിക്കൊണ്ട് തന്നെ ആ പ്രദേശത്തുണ്ട്. പക്ഷേ ഈ പുഴയുടെ മറുകരയിൽ നിന്ന് മാധ്യമങ്ങളെ അടക്കം ഇപ്പോൾ അവിടുന്ന് ഔദ്യോഗിക സംവിധാനം മാറ്റിയിട്ടുണ്ട്. അതായത് ഈ സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പുഴയുടെ മറുകരയിൽ നിന്ന്, അതായത് ഇന്നലെ അടക്കം എല്ലാ മാധ്യമങ്ങൾക്കും ദൃശ്യങ്ങൾ ലഭിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായി മാറ്റാനുള്ള ഒരു തീരുമാനമുണ്ട്. ഏതാണ്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയായിരിക്കും ഈ ഡൈവിംഗ് സംഘത്തിലേക്ക് ആ സ്ഥലത്തേക്ക്, അതായത് ഈ ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഭൂമി യന്ത്രം ഏതാണ്ട് മണ്ണ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ അവിടുന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതാണ്ട് 11 കൂടി തന്നെ ഡ്രോൺ സംവിധാനം എത്തുകയാണെങ്കിൽ കൃത്യമായ നിർണയത്തിന് ശേഷം ലോറിക്കടിയിൽ നിന്ന്, ക്യാബിനിൽ നിന്ന്, അതായത് തലകുത്തനെയാണ് ലോറി നിൽക്കുന്നത് എന്നാണ് നിഗമനം. ഈ ക്യാബിനിൽ നിന്ന് അർജുൻ ഉണ്ടോ എന്നുള്ള പരിശോധന തന്നെയായിരിക്കും ആദ്യം നടക്കുക. ഏറ്റവും പ്രാധാന്യം നൽകുന്നതും അർജുന് വേണ്ടി തന്നെയാണ്. ഈ ക്യാബിനകത്ത് അർജുനെ തിരയുന്നു. തുടർന്ന് ലോറി ലോക്ക് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം ബൂം ഉപയോഗിച്ചുകൊണ്ട് ഒരു ബൂം ഇന്നലെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാർവാർ MLA പറഞ്ഞത് രണ്ടാമതൊരു ബൂം അത്യാവശ്യമാണെങ്കിൽ എത്തുമെന്ന് തന്നെയാണ്. തീർച്ചയായും അങ്ങനെ എത്തുകയാണെങ്കിൽ അത് നടപടിക്രമങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലാക്കുകയും കൂടുതൽ വേഗത കൈവരിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഈ രണ്ട് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മണ്ണ് മാറ്റാൻ വേണ്ടി സാധിക്കും. കാരണം 60 അടി താഴ്ചയിലേക്ക് അടക്കം മണ്ണെടുക്കാനുള്ള സൗകര്യമുള്ള ഒരു അത്യാധുനിക ഉപകരണമാണ് എന്തായാലും ബൂം എന്ന് പറയുന്നത്. എന്തായാലും പ്രവർത്തനങ്ങൾ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് മഴ ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കുന്നുണ്ട്. ആകാശം ഏതാണ്ട് ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്രവചനീയമായിട്ടുള്ള ഈ ഒരു കാലാവസ്ഥ പക്ഷേ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഈ കാലാവസ്ഥയുടെ ഗതി അനുസരിച്ചായിരിക്കും തിരച്ചിലിന്റെ നീക്കം അല്ലെങ്കിൽ പുരോഗമനം മുന്നോട്ട് പോകുന്നത്. കാലാവസ്ഥ അപ്രതികൂലമാവുകയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും ഇവിടെ മഴ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഈ ഒരു മഴ തുടരുകയാണെങ്കിൽ തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനത്തിന് അത് ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ് രക്ഷാപ്രവർത്തനം നീളുന്നതിന് വേണ്ടി സാധിച്ചത്. ഒരുപക്ഷെ ഈ ഒരു പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് രക്ഷാപ്രവർത്തനം തുടങ്ങി ഇത്രയും ദിവസം നീളാൻ വേണ്ടി കാരണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ തന്നെ ഇത്തരത്തിൽ ട്രക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടന്നിരുന്നു. അതായത് ഈ നേവിയുടെ ഒരു 15-അംഗ സംഘത്തിന് നേതൃത്വം തന്നെ ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് ഡൈവ് ചെയ്തുകൊണ്ട് അവിടെ ട്രക്ക് ലോക്ക് ചെയ്യാൻ അർജുന സാന്നിധ്യം പരിശോധിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ വൈകുന്നേരത്തോടുകൂടി പ്രതികൂലമാവുകയായിരുന്നു. കനത്ത മഴ വന്നതോടുകൂടി തന്നെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിയേണ്ടതായി വന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ അവിടെ മണ്ണുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബാറ്ററി എത്തുന്നതോടുകൂടി തന്നെ കൂടുതൽ ഊർജ്ജസ്വമായിട്ടുള്ള തിരച്ചിലിന് തുടക്കമാകും. വീണ, ശരി. ആനന്ദ്, അവിടെ ശ്രീജിത്തും ഉണ്ട് എന്ന് കരുതുന്നു. ശ്രീജിത്ത് എവിടെയാണ് നിൽക്കുന്നത്? തിരച്ചിലിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? എന്തായാലും ഏറ്റവും പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു അടിയന്തര യോഗം കളക്ടറുടെ നേതൃത്വത്തിലാണ് നിലവിൽ അടിയന്തര യോഗമുണ്ടായത്. കാരണം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ പ്രധാനപ്പെട്ട ദിവസം അടിയന്തര യോഗമുണ്ടായത് കാരണം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ പ്രധാനപ്പെട്ട ദിവസം ഒരു വീഴ്ചയും ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പെട്ടെന്നാണ് ഈ പ്രദേശത്തെ കാലാവസ്ഥ മാറുന്നത്. നിരന്തരം പെട്ടെന്ന് കാലാവസ്ഥ മാറുന്ന ഒരു അവസരമാണ്. അതിനാൽ തന്നെയാണ് ഇനിയൊരു വീഴ്ച പാടില്ലെന്ന മുൻകരുതലിന്റെ പശ്ചാത്തലത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം നടന്നു. കാരണം എങ്ങനെയാണ് ഇന്ന് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക, കളക്ടർ അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി മറ്റ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രധാന യോഗം കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഈ കാലാവസ്ഥയാണ്. ശക്തമായ മഴയുള്ളതിനാൽ ആ നദിയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട്. പക്ഷേ അത് എങ്ങനെ കുറയ്ക്കാമെന്ന ചിന്തയാണ് നിലവിൽ ഈ ദൗത്യ സംഘം നോക്കുന്നത്. കാരണം ആ പ്രദേശത്ത് 2 തടയണങ്ങളുണ്ട്. ആ 2 തടയണങ്ങളും അവിടെ ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ രണ്ടും നിറഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. ആ പശ്ചാത്തലത്തിൽ പുതുതായി ആ സ്ഥലത്ത് കല്ലോ അതോടൊപ്പം തന്നെയുള്ള തടികളോ ഇട്ട് ഈ ഒഴുക്ക് കുറച്ച്
ഈ പ്രദേശത്ത് മുങ്ങൽ വിദഗ്ധർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ശക്തമായ പരിശോധന നടത്താൻ കഴിയുമെന്ന പരിശോധനയാണ് നിലവിൽ ദൗത്യ സംഘം ചർച്ച ചെയ്യുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് അടിയന്തരമായി ചേർന്ന യോഗം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിലവിൽ വീണ്ടും ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ എം.എൽ.എ എത്തിയിട്ടുണ്ട്. എം.എൽ.എ കാണാനായിട്ട് ശ്രീജിത്ത് ഓടി എം.പി ആണ്, കോഴിക്കോട് എം.പി രാഘവനാണ്. ഏറ്റവും ഒടുവിൽ ഒരു ഫൈനൽ റിസൾട്ട് വരുന്നു. ഇന്നൊരു അന്തിമ റിസൾട്ടിലേക്കുള്ള പ്രതീക്ഷയിലാണ്. നല്ല പ്രതീക്ഷയിലാണ്. കാരണം ഇന്നലെ ലോറി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു ലൊക്കേഷൻ. അപ്പോൾ എന്തായാലും അർജുനെ ഇന്ന് കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് മേജർ ജനറൽ ഇന്ദ്ര ബാലന്റെ ലീഡർഷിപ്പിലുള്ള ടീം എത്തിക്കഴിഞ്ഞു. ഇന്നോടുകൂടി നമ്മുടെ ഈ കഴിഞ്ഞ 10 ദിവസത്തെ ഈ ഒരു ദൗത്യത്തിൻ്റെ വിരാമം ഇന്ന് ഇടാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കാലാവസ്ഥ വല്ലാത്ത പ്രതികൂലമായിരുന്നു. ഇന്നലെയും ഇന്നും മഴയാണ്. ഇപ്പോൾ രാവിലെ ഇന്നും നല്ല മഴയാണ്. മഴയാണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അവർ രക്ഷാദൗത്യം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുഴയുടെ അടിയൊഴുക്ക് ഈ നാവികസേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഇനി അടുത്ത നടക്കേണ്ട ഏറ്റവും നിർണായകമായ നീക്കം. ജമ്പ് അതെ, അവരത് പറഞ്ഞു. പക്ഷെ എന്നാലും ഇന്ന് അവർ പരമാവധി അതിനോട് ശ്രമിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് ഏതായാലും നമുക്ക് ലോറി കണ്ടെത്തിയ സ്ഥിതിക്ക് അർജുനെ കണ്ടെത്താൻ കഴിയും എന്നാണ് പൂർണ്ണ പ്രതീക്ഷ. കഴിഞ്ഞ 10 ദിവസമായി കുടുംബം അനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്. വേദന സഹിച്ചു കഴിയാണ്. ഇന്ന് ഏതായാലും കണ്ടെത്തി കഴിഞ്ഞാൽ അതൊരു ആശ്വാസമായിരിക്കും അവർക്ക്. ആശ്വാസം എന്ന് പറഞ്ഞാൽ കണ്ടെത്തി എന്നുള്ള ഒരു കണ്ടെത്താൻ കഴിയാത്ത ഒരാളെ കണ്ടെത്തുക പറഞ്ഞാൽ അതൊരു മാത്രമാണ്. കോഴിക്കോട് എം.പി ആണ് പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ മഞ്ചേശ്വരം എം.പി ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. 4 മണിക്ക് ഇത് ലൊക്കേഷൻ കണ്ടെത്തിയതിനു ശേഷം മഞ്ചേശ്വരത്തു നിന്നുള്ള എം.എൽ.എ പ്രതികരിക്കുകയാണ്. കൈകാര്യം ചെയ്ത ടീമാണ്. കാലാവസ്ഥ അവർക്ക് അങ്ങനെ വലിയൊരു പ്രയാസമാവില്ല എന്ന് ഇന്നലെ അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു വൈഷ്ണവി എന്ന് പറഞ്ഞ IAS മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ അഡീഷണൽ ചീഫ് സെക്രട്ടറി അവരിന്ന് ഓരോ മണിക്കൂർ വെച്ച് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വിലയിരുത്തുന്നുണ്ട്. ഏതായാലും കാലാവസ്ഥ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ വന്നതിന് ശേഷം നമ്മൾ വന്നതിന് ശേഷം കാണുന്നൊരു കാര്യമാണ്. കാലാവസ്ഥ ഒരു ചാലഞ്ചായി വരില്ല എന്നാണ് ആ ചർച്ചക്കിടയിൽ അവർ സൂചിപ്പിച്ചൊരു കാര്യം. ഏതായാലും അവരിപ്പോൾ 7:30 മണി എന്ന് പറഞ്ഞത് അവർ 7 മണിക്ക് തന്നെ അവരുടെ സ്പോട്ടിലെത്തി അവരവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി എന്തെങ്കിലും നമുക്ക് അറിയിക്കാൻ കഴിയും? തീർച്ചയായും അവരിന്ന് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മുങ്ങൽ വിദഗ്ധര് മുങ്ങി ഇതിലൊക്കെ ഒരു ഉക്സ് ഘടിപ്പിച്ച് ഇതിനെ പൊക്കാനും അതിനിടയിൽ അർജുൻ ഉണ്ടോ എന്നുള്ള ആദ്യ കണ്ടെത്തലാണ് അവർ ശ്രമിക്കുന്നത്. ഈ വണ്ടിക്കകത്ത് അർജുൻ ഉണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥന അതെയാണല്ലോ. ഒരു അല്പസമയത്തിനകം നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഇത്ര ദിവസം കഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പ്രാർത്ഥിക്കാം. എന്തായാലും 2 ജനപ്രതിനിധികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഇന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന ഈ അർജുനെ 10 ദിവസമായി അർജുനെ തിരച്ചിൽ നടത്തി ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ജനപ്രതിനിധിയുള്ളത്. നിലവിൽ കോഴിക്കോട് നിന്നുള്ള എം.പിയും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് നിന്നുള്ള എം.എൽ.എയുമാണ് നിലവിൽ ഈ ദൗത്യസംഘ സ്ഥലത്തേക്ക്, ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് പോകുന്നത്. അദ്ദേഹം എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. ഇന്ന് തന്നെ ഈ വാഹനം കണ്ടെത്താൻ കഴിയും, അർജുനെ കണ്ടെത്താൻ കഴിയും. അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യം വ്യക്തമാക്കിയത് ആദ്യം ലോറി ഉള്ള സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റിയിട്ട് ആദ്യ ശ്രമം ഈ അർജുനെ പുറത്തെത്തിക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് ഇന്നത്തെ മുഴുവൻ ദൗത്യവും മുന്നോട്ട് പോകുക. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അല്പസമയം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അടിയന്തര ചർച്ചയുണ്ടായിരുന്നു, അടിയന്തര യോഗമുണ്ടായിരുന്നു. അത് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി, ദൗത്യസംഘത്തിലെ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ചയിൽ കൃത്യമായി തന്നെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെ ഇന്ന് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക, ഇനിയൊരു വീഴ്ച ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഈ ട്രക്ക് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ മണ്ണ് മാറ്റി അതിവേഗത്തിൽ തന്നെ അർജുനെ പുറത്തെത്തിക്കുകയാണ് ഇന്നത്തെ ലക്ഷ്യം. ശരി, ശ്രീജിത്തിലേക്കും ആനന്ദിലേക്കും അരുണിലേക്കും ഒക്കെ തിരിച്ചെത്താം. അവിടെ തിരച്ചിൽ ആരംഭിച്ചു. പക്ഷേ പുതിയതായി വിവരങ്ങൾ, അതായത് അതിൻ്റെ ഒരു പുരോഗമനം ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ഈ മാറിയും മറിഞ്ഞും പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇതിന് തടസ്സമാകുന്നു. നേരത്തെ ദേവിക ചൂണ്ടിക്കാട്ടിയ കാര്യമാണ് ശ്രീജിത്തും പറയാൻ ശ്രമിച്ചത്. ഈ അടിയൊഴുക്ക് തടയാനായി കല്ലോ
മരക്കഷ്ണങ്ങളോ തടിയോ ഒക്കെ ഇട്ടിട്ട് ആ ഒഴുക്കൊന്ന് തടഞ്ഞിട്ട് അവിടേക്ക് എത്താനുള്ള ശ്രമമാണ്. കാര്യം ഡൈവർമാരുണ്ടെങ്കിലും ഡൈവ് ചെയ്താലുടനെ അടിയൊഴുക്കെടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉദ്യോഗസ്ഥർ ഇന്നലെ അറിയിച്ചത് ഒരു കൈ അകലെയാണ് അർജുൻ എന്നാണ്. നമ്മുടെ ലോറി മറിഞ്ഞു കിടക്കുകയാണെങ്കിലും ആ ലോറി ഇന്ന് ഉച്ചയോടുകൂടി കരയ്ക്ക് എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് വലിയൊരു വെല്ലുവിളിയായി തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്.